ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അതിനു വേണ്ടിതാ ഞാനെടുത്തത് കുറച്ച് പാലാണ്. ഒരു കപ്പ് പാലുണ്ട്, പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ പഞ്ചസാരയും. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ബ്രൗൺ കളർ നന്നായിട്ട് ആവണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ കാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരമലൈസ് ചെയ്ത സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതാ ഒരു ബൗളിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മറ്റേ മുട്ടയിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ പഞ്ചസാരൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കാരമലൈസ് ചെയ്ത ആ ഒരു ഇതിലേക്ക് നമ്മൾ ഈ ഒരു പാല് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു അരിപ്പയിലൂടെയാണ് നമ്മൾ ഈ കാരമലൈസ് ചെയ്ത ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ഈ ഒരു പാല് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റീമറിലേക്ക് അതിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇത് ഒരു 20 മിനിറ്റ് നമുക്ക് ഒരു 20-25 മിനിറ്റ് ഇപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഗൈസ് നമ്മുടെ പുഡിങ് നന്നായിട്ട് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.